അങ്ങനെ കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നഗരപ്രദേശങ്ങളിലൊക്കെ പോളിംഗ് ഒക്കെ കുറവാണ്, ശതമാനം കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കുറച്ചുകൂടി അധികമുണ്ട്. പക്ഷേ എല്ലാവരും വോട്ടൊക്കെ ചെയ്യുന്ന ഒരു സാറും വോട്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ചെയ്തു. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ചരിത്രമൊക്കെ പരിശോധിച്ച് അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം നിരവധി വിഷയങ്ങളാണ് ഒരുപക്ഷെ സമൂഹ മധ്യത്തിൽ നിന്നത്. CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന് ശബരിമല വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെയധികം പ്രതിരോധത്തിലാക്കിയ സമയത്താണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നത്. ഇതൊക്കെ ഒരുപക്ഷെ ഒരു ഭാഗത്തു നിന്ന് സ്വാധീനിക്കുക തന്നെ ചെയ്യും. പക്ഷെ കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ്. കാരണം തലസ്ഥാനം അടക്കം തിരിച്ചു പിടിക്കുമെന്നുള്ളത്. എത്രമാത്രമായിരിക്കും പോളിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് ശതമാനം? പണ്ട് പോളിംഗ് ശതമാനം കൂടിയാൽ കോൺഗ്രസ് ജയിക്കും, കുറഞ്ഞാൽ CPM ജയിക്കും ഒരു ധാരണയുണ്ട്. പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിർത്താൻ പറ്റില്ല. കാരണം പോളിംഗ് ശതമാനം കൂടുകയും കുറയുകയും ചെയ്യുന്നത് പണ്ട് വൃദ്ധന്മാർ വോട്ട് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ചെറുപ്പക്കാർ കൂടുതൽ വോട്ട് ചെയ്യും, അങ്ങനെ പറയാൻ പറ്റില്ല. പോളിംഗ് ശതമാനം ഒരു ഫാക്ടറേ അല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഫലം സൂചിപ്പിക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തദ്ദേശ സ്ഥാപനങ്ങൾ ഇലക്ഷൻ, 2 നിയമസഭാ ഇലക്ഷൻ, ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് ഒരു LDF തരംഗമാണ്. LDF തരംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF വരും, എല്ലാം ഉറപ്പാകും എന്ന മുദ്രാവാക്യം. പിന്നീട് അതിന് മുമ്പാണെങ്കിൽ LDF വരും, ശരിയാണ് എന്നുള്ള ആ സമയത്ത് അവർക്കൊരു തരംഗം ഉണ്ടായിരുന്നു, സത്യമാണ്. അതിനു മുമ്പ് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ദൃശ്യമായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മുന്നേറ്റമാണ് അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിൽ അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ UDF-ന് അനുകൂലമായ ഒരു തരംഗമാണ് എല്ലാവരും ദൃശ്യമായിട്ടുള്ളത്. LDF-ന് ഒരു വല്ലാത്ത താഴ്ച എല്ലാ മേഖലയിലും ദൃശ്യമാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എവിടം വരെ വരുമെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന നൽകാൻ പ്രയാസമാണ്. പക്ഷേ നഗരങ്ങളിലാണ് ഇപ്പം വീറും വാശിയുള്ള ഇലക്ഷൻ നടക്കുന്നത്. മുനിസിപ്പാലിറ്റി കൊണ്ടുപോകാം. ഗ്രാമങ്ങളിൽ കുറച്ചുകൂടി വിസ്തൃതമായ ഏരിയ ആയതുകൊണ്ട് ഒരു പ്രചരണത്തിൻ്റെ ഒരു തരംഗം കാണാൻ പറ്റില്ല, ദൃശ്യമല്ല, വീടുകളിലാണ്. പക്ഷെ നഗരങ്ങളിൽ കഴിഞ്ഞ 6 കോർപ്പറേഷനുകളിൽ സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ UDF-ന് നഷ്ടപ്പെട്ടു. കണ്ണൂർ മാത്രമാണ് പിടിച്ചു നിന്നത്. തൃശ്ശൂർ പിടിച്ചിരുന്നെങ്കിലും കാലുമാറ്റ നടത്തിയോടുകൂടി അത് LDF-ന് ഭാഗമായി. പക്ഷേ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന എറണാകുളം പോലും നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല, വ്യത്യസ്തമാണ്. അതിന് കാരണം തിരുവനന്തപുരം കഴിഞ്ഞ 10-40 വർഷത്തിലധികമായിട്ട് CPM-ൻ്റെ കുത്തകയാണ്. കോൺഗ്രസ് തൊട്ട് താഴെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം CPM 51 വന്നപ്പോൾ, അല്ലെങ്കിൽ LDF 51 വന്നപ്പോൾ കോൺഗ്രസ് 10-11 ചുരുങ്ങേണ്ടി വന്നു. ആ അവസ്ഥയിൽ നിന്നും ഗ്രാഫിൽ താഴോട്ട് കിടക്കുന്ന കോൺഗ്രസ് വീരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സമാന്തരമായി സത്യം പറഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പിൽ LDF-നെ സഹായിച്ചത് BJP-യുടെ വളർച്ചയാണ്. BJP-യുടെ വളർച്ച ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഹിന്ദു വോട്ടുകൾ ഒരു നല്ല വിഭാഗം BJP-യിലേക്ക് പോയി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വ്യാപകമാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കൃത്യമായി കാണാം. ഏതൊക്കെ വാർഡുകളിലാണ്, ഏതൊക്കെ ബൂത്തുകളിലാണ്, ബൂത്തും വാർഡും അടിസ്ഥാനത്തിൽ നോക്കിയാൽ ജാതി കോമ്പിനേഷൻ വെച്ച് ഹിന്ദു വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാറ്റേണാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പ്രധാന വിഷയം LDF തന്നെയാണ്. LDF-ൻ്റെ ഗവൺമെൻറ്റിനെതിരായ ഒരു തരംഗം ആഞ്ഞു വീശുന്നുണ്ട്, ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, വിരുദ്ധ തരംഗം. ആ വിരുദ്ധ തരംഗത്തിൻ്റെ വ്യാപ്തി എത്രോളമുണ്ട് എന്ന് പറയാനായിട്ടില്ല, എങ്കിൽ പോലും അതുണ്ട്. പക്ഷെ അത് കോൺഗ്രസിലേക്ക് കിട്ടുമോ BJP-ക്ക് കിട്ടുമോ എന്നൊരു സംശയം നിൽക്കുകയാണ്. BJP കേന്ദ്രങ്ങൾ അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് BJP-ക്കാണ്. UDF പൊതുവെ അങ്ങ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷേ BJP എന്ന് പറയുന്നത് ഇന്ന് ദൃശ്യമായിട്ടുള്ള നിറസാന്നിധ്യമായിട്ടുള്ളതും ചില മേഖലകൾ മാത്രമാണ്. സംസ്ഥാനമൊട്ടായ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ് സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇപ്പോൾ തലസ്ഥാനത്ത് നമുക്കറിയാം ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നു. പക്ഷേ ഈ പ്രചരണത്തിനൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അതൊക്കെ LDF-ന്റെ ഒരു വല്ലാത്ത അടി തന്നെയായിരിക്കും. കാരണം ആര്യയെ പോലും ഒന്ന് പ്രസന്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് പ്രചരണ വേളയിൽ കൊണ്ടുവരാൻ പറ്റാത്തത് അവരുടെ ഭാഗത്തെ ഒരു കുറവ് തന്നെയല്ലേ? കാരണം മേയറായിരുന്നു, നിരവധി അഴിമതി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ആര്യ മേയറോടുള്ള
ഒരു വിരോധാഭാസം പലപ്പോഴും ഈ ഒരു തലസ്ഥാന നഗരിൽ നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നു. എന്നാൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് കാണിക്കാനുണ്ട്, ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് പലരും പറയുന്നത്, ഞാൻ കമന്റുകളൊക്കെ രസകരമായിട്ടുള്ള കമന്റുകൾ വായിക്കുമ്പോൾ റോഡുകൾ അങ്ങനെ വികസിച്ചു എന്നൊക്കെ ആര്യ പറയുന്നതിന്റെ താഴെ അതെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ബോട്ട് ഇട്ട് ഇറങ്ങേണ്ടുന്ന അവസ്ഥയാണ്, ഇതാണല്ലോ വികസനം എന്ന് പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ആര്യെ പോലും മുൻനിർത്തി ഒരു പ്രചരണം നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലെ LDF കാണാൻ സാധിക്കുന്നില്ല? അതായത് എന്തൊക്കെ പറഞ്ഞാലും CPM നേതൃത്വത്തിലുള്ള കോർപ്പറേഷനുകൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാനുണ്ടായിരുന്നു. MP പത്മനാഭനാണ് സ്ഥിരമായി കുറച്ചാൾ ശിവൻകുട്ടി ഉണ്ടായിരുന്നു. ശിവൻകുട്ടിയും ഏറെക്കുറെ നല്ല രീതിയിലുണ്ട്. പിന്നീട് ചന്ദ്രിക വന്നപ്പോഴും എല്ലാം ആ ഒരു ജയൻ ബാബു അവരെല്ലാവരും മേയർ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രീതി നേടാൻ കഴിഞ്ഞ ആളുകളാണ്. മാത്രമല്ല CPM കൗൺസിലർമാർ എല്ലാവരും അവരെല്ലാം താഴേക്കിടയിൽ പാർട്ടി സംവിധാനത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നവരായതുകൊണ്ട് അവരെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചവരായതുകൊണ്ട് വീണ്ടും വീണ്ടും ജയിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യസ്തത ഇപ്പോൾ ഉണ്ടായതും ഇപ്പോൾ ആര്യരാജൻ വന്നപ്പോൾ 21-കാരി വേറെ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു. മേയർ എന്ന നിലയിൽ ആര്യ ഏറ്റവും കൂടുതൽ പിന്താങ്ങുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ ചെറുപ്പത്തിൻ്റെ ബാലാരിഷ്ടതകളൊന്നും ഞാൻ മനസ്സിലാവും, അല്ലെങ്കിൽ അടിയേറ്റ് വീഴും, അല്ലെങ്കിൽ പരിചയക്കുറവ് അതായിരുന്നില്ല. ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ താനെന്തോ വലിയ ആളാണെന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നത് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു മടുപ്പുണ്ടാക്കി. വിവാഹം കഴിച്ചതോടെ ഭർത്താവുമായി ചേർന്നുള്ള ചില സംഭവങ്ങളൊക്കെ ആളുകളുടെ വലിയ വിവാദമായി. പിന്നെ ജനങ്ങളെ കാണുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിൽ മാറിയിട്ട് മേയറെ കാണാനില്ല. മേയർ അന്വേഷിച്ച് ആളുകൾക്ക് പോകേണ്ടി വന്നു. മേയർ കുറച്ചാൾ ഇപ്പോൾ പ്രസവാവധിക്ക് പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം ഒരു മനുഷ്യസഹജമായ കാര്യമാണ്. അത് കഴിഞ്ഞ് വന്ന ശേഷവും സജീവമല്ല. സജീവമാണെങ്കിൽ പോലും സജീവത തിരിച്ചാണ് ഉണ്ടായത്. കാരണം പെരുമാറ്റത്തിലും മറ്റുമൊക്കെ കാണിച്ച് അവർ പോണത്. അത് CPM മനസ്സിലായി. ആര്യ രാജേന്ദ്രൻ്റെ ഒരു നല്ല പരീക്ഷണമാണ് ചെറുപ്പക്കാർക്ക് പ്രാമുഖ്യം കൊടുക്കുക. എല്ലാ തെരഞ്ഞെടുപ്പിലും ചെറുപ്പക്കാർക്ക് ഒരു പ്രാമുഖ്യമുണ്ട്. ആര്യ രാജേന്ദ്രൻ മുഴുവൻ ജയിക്കാനുള്ള കാരണം തന്നെ അത് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു. വാർഡിൽ ജയിക്കാനുള്ള കാരണം തന്നെ ആ ചെറുപ്പത്തോടുള്ള ഒരു ആകർഷണതയാണ്. അങ്ങനെയുള്ള ആര്യ രാജേന്ദ്രൻ തലവത്ത് വീഴുന്ന കാഴ്ചയാണ് പിന്നീട് പല സംഭവങ്ങളിലും കണ്ടത്. ആ CPM മനസ്സിലാക്കിയത് കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ള പോട്ടെ. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആര്യ പ്രചരണപ്പ് സ്ഥലത്തേക്ക് പോകേണ്ടതില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് ഒരു സ്ഥലങ്ങളിലും ആര്യ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ കോർപ്പറേഷൻ്റെ നേട്ടങ്ങൾ പറയാതെ പോവുകയും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് പലയിടത്തും അവർ പ്രസംഗിക്കുന്നത് കണ്ടത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് കേട്ടത് തിരുവനന്തപുരത്ത് നാട് കടത്തിയെന്നാണ്. ഭർത്താവിൻ്റെ വീട് കോഴിക്കോട്ടായതുകൊണ്ട് ഇനി പ്രവർത്തന മേഖല തിരുവനന്തപുരത്ത് വേണ്ട, തിരുവനന്തപുരത്ത് ഇതിനകം തന്നെ തിരുവനന്തപുരം നശിപ്പിച്ചു, ഇനി നശിപ്പിക്കേണ്ട എന്ന അർത്ഥത്തിലാണ് സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ നാട് കടത്തിരിക്കുകയാണ് എന്ന സത്യം. ഇപ്പോൾ തലസ്ഥാനത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഇത്തവണ ഓരോ സ്ഥാനാർത്ഥികളെ ഇപ്പം ആദ്യം എനിക്ക് തോന്നുന്നു K മുരളീധരനാണ് ഒരു സ്ഥാനാർത്ഥി നിർണയം തിരുവനന്തപുരം തലസ്ഥാനത്തെ നിർണയിച്ചു. പക്ഷേ ശബരിനാഥ് ഉൾപ്പെടെയുള്ള ഓരോ വൈഷ്ണവ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് യുവനിരയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഇത്തവണ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി എന്താ പറയുക ചിട്ടയോടും വെടുപ്പോടും കൂടി ചെയ്തു എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കുറച്ചുകൂടി ഒരു വഴിവെട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ BJP അതുപോലെ തന്നെ തലസ്ഥാനത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു ഫൈറ്റിംഗ് പോരാട്ടമാണ് എനിക്ക് തോന്നുന്നു. ആരെന്നുള്ള പലയിടത്തും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാലും കുറച്ചുകൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ വന്നെങ്കിലും കോൺഗ്രസ് അതിനെയൊക്കെ തക്ക തീരുമാനം ഓൺ ദ സ്പോട്ട് എടുത്തുകൊണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റി. പക്ഷേ എവിടേക്കോ എന്നാൽ ചില അപാകതകളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വേഗതയിൽ നടന്നു. അതിനൊരു നേതൃത്വമുണ്ട്, നയിക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രതീതി വന്നു. അതായത് സംഘടനയുടെ ചുക്കാൻ DCC ആണ് വഹിക്കേണ്ടതെങ്കിൽ പോലും നേരത്തെ തന്നെ K മുരളീധരനെ പാർട്ടി ഏൽപ്പിച്ചു, KPC ഏൽപ്പിച്ചു. അങ്ങനെ K മുരളീധരന്റെ നേതൃത്വത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളെയും നടന്നത്. അത് അദ്ദേഹം വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന നിലയിൽ ജനസമ്മതനായി വന്ന ഒരാളാണ്. K കരുണാകരൻ്റെ മകൻ എന്ന നിലയിൽ. K കരുണാകരൻ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് തൃശ്ശൂരല്ല, തിരുവനന്തപുരത്താണ്. ആ അനുയായികളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് K മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തിയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഊർജം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. മാത്രമല്ല MLA ആയിരുന്ന ശബരിനാഥൻ അരുവിക്കര MLA ആയെന്നുള്ളത് മാത്രമല്ല, തിരുവനന്തപുരം നോർത്തിൽ നഗരമധ്യത്തിൽ നിന്നും MLA ആയി പോയ G കാർത്തികൻ്റെ
മകൻ എന്ന നിലയിൽ കാർത്തികേയനും ഒരു നഗരത്തിലൊരു മേൽവിലാസമുണ്ട്. അപ്പം കാർത്തികേയൻ്റെ മകൻ എന്ന നിലയിൽ സത്യം പറഞ്ഞ ശബരിനാഥ് ഇവിടെ മത്സരിക്കേണ്ട ആളായിരുന്നു. പക്ഷേ ഗ്രാമപ്രദേശമായ അരുവിക്കലാണ് ജയിച്ചത്. അപ്പം നഗരത്തിലേക്ക് വന്നതോടുകൂടി ശബരിനാഥിനൊരു ഒരു ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അതും ഒരു മെച്ചപ്പെട്ടു. അതിനേക്കാളേറെ മെച്ചമായത് യുവാക്കളെ കൂടുതലായി കൊണ്ടുവന്നു. സ്ഥിരം മുഖങ്ങളെ കോൺഗ്രസ് മാറ്റി. സ്ഥിരമുഖമോ ഇല്ലെന്നല്ല പറയുന്നത്, പരിചയസമ്പന്നരായ 1-2 ആളുകൾ മാത്രമേ വീണ്ടും മത്സരിക്കുന്നുള്ളൂ. ബാക്കി ആളുകൾ മുഴുവൻ പുതിയ തലമുറയാണ്. പുതിയ തലമുറ എന്നെങ്കിൽ വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 24 വയസ്സ്, 27, 28, 29 വയസ്സുള്ള എത്രയോ യുവാക്കൾ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ധാരാളം ആളുകൾ വന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. പഞ്ചായത്ത് മറ്റേ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ KSU ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും. അപ്പോൾ കേരളമൊട്ടാകെ യുവാക്കൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പ്രതീതി വന്നത് UDF അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സത്യമാണ്. പക്ഷേ എത്രത്തോളം വരുമെന്ന് പറയാറായിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ സാറിന്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് തദ്ദേശ കോർപ്പറേഷനെ എത്ര പിടിക്കാൻ സാധ്യത? കേരളത്തിലെ 6 കോർപ്പറേഷനിൽ 4 തീർച്ചയായും UDF കിട്ടും. അത് 4 പേര് പറയാം തീർച്ചയായിട്ടും. എറണാകുളം ചെറിയൊരു സ്ലിപ്പിലാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇത്തവണ വർഷങ്ങളായി കോൺഗ്രസ് മേയർമാർ ധാരാളം ACOs മുതലുള്ള ആളുകളുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇത്തവണ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ കിട്ടും തീർച്ചയാണ്. കണ്ണൂർ CPM-ന്റെ കോട്ടയാണെന്ന് പറഞ്ഞാൽ കണ്ണൂർ നഗരസഭയിൽ എപ്പോഴും ഉണ്ട്. TO മോഹൻ അവിടെ ചെയർമാനായിരുന്നു. അത് തൊട്ടുമുമ്പാണെങ്കിൽ തന്നെ ധാരാളം ദീർഘകാലമുണ്ട്. അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് ജയിക്കും. നല്ല ഒരു മുന്നേറ്റം ഉണ്ടാകും. പിന്നെ ഒരെണ്ണമുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി വന്നതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ടായ ഒരു മാറ്റമാണ് തൃശ്ശൂർ നഗരം മാറാനുള്ള കാരണം. തൃശ്ശൂർ നഗരത്തിൻ്റെ കോമ്പിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളും നായറും ഈഴവൊക്കെ ഉണ്ട്. 3 സമുദായത്തുകാരുടെ തുല്യ ശക്തികളുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ പോയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം. ആ സുരേഷ് ഗോപിയുടെ പാറ്റേൺ തൃശ്ശൂർ ഉണ്ടാവില്ല. നമുക്കറിയാം രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ നേമത്ത് ജയിച്ചു, അടുത്തവണ ജയിച്ചില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു പ്രത്യേക ഘടകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിവിധ സമുദായങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഒരിക്കൽ മത്സരിച്ച് ഉണ്ടാക്കിയ ബന്ധം 5 വർഷം പിന്തുടരുകയും ചെയ്തോടി അദ്ദേഹം അവിടെ എപ്പോഴും കാണപ്പെടുന്ന ഒരാളായി. പള്ളിപ്പെരുന്നാളിൻ്റെ മുമ്പിലുണ്ട്, അമ്പലത്തിൻ്റെ മുമ്പിലുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്. അത് സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടിയ വോട്ടാണ്. അത് തൃശ്ശൂർ പാലിക്കില്ല. തൃശ്ശൂർ തന്നെ ഏറെക്കുറെ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തിലെത്തിയ ഒരാൾക്ക് ആലുമാറി പോയതുകൊണ്ടാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇത്തവണ തൃശ്ശൂർ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ തന്നെ കൊടിക്കീഴിൽ വരും. പിന്നെ ഉള്ളത് 3. തിരുവനന്തപുരം കുത്തകയാണ് CPM-ൻ്റെ. ആ കുത്തക സീറ്റിൽ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ ഒരു അവസാന 10, ആ 10-ൽ നിന്ന് വളരെ മുന്നോട്ട് പോകും. പക്ഷേ 50 നിൽക്കുന്ന CPM താഴോട്ട് പോയി എവിടെ വരെ താഴോട്ട് പോകുന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 35-ൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവിടെ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു തൂക്ക് സഭ തിരുവനന്തപുരത്ത് ഉണ്ടാവാനാണ് സാധ്യത.